ഞാൻ ജയ റെജി മത്തായി. ഇപ്പോൾ അല്ല, ഇത് പുതിയൊരു കാര്യമല്ല. ലോകം ആരംഭിച്ച കാലം മുതലേ ഉള്ളതായിരിക്കാം. പക്ഷേ ഇപ്പോൾ മീഡിയയുടെയൊക്കെ ഒരു പ്രസൻസ്, സോഷ്യൽ മീഡിയയിൽ കൂടെ നമ്മൾ ദിവസം പ്രതി ഒരു ദിവസം തന്നെ അനവധി പീഡനങ്ങളുടെ കഥകളാണ് നമ്മൾ കേൾക്കുന്നത്. അത് ഫിസിക്കൽ, മെൻ്റൽ, ഇമോഷണൽ, സെക്ച്വൽ, അതെ, ശാരീരികമായിട്ടും മാനസികമായിട്ടും ലൈംഗികമായിട്ടും പീഡിപ്പിക്കപ്പെടുന്നു. ഈ പീഡനത്തിന് ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല, കുട്ടികളിൽ നിന്നോ മുതിർന്നവരെന്നോ വ്യത്യാസമില്ല. ഏത് പ്രായത്തിലുള്ളവരും ഏത് സെക്സിലുള്ളവരും ദിനം പ്രതി പീഡിപ്പിക്കപ്പെടുവാണ്. ഇതിന് ഒരറുതി നമ്മൾക്ക് എങ്ങനെ വരുത്താൻ പറ്റും? നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഓടി ഒളിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ചുറ്റുപാടും ഇങ്ങനെയുള്ളവർ നേരെയായിട്ടും പതുങ്ങിയായിട്ടും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളിലും നമ്മുടെ ജോലി സ്ഥലത്തും പല സ്ഥലങ്ങളിലും സ്കൂളുകളിലും പല സ്ഥലങ്ങളിലും നമ്മൾക്ക് ഇങ്ങനെയുള്ളവരെ കാണാൻ പറ്റും. അപ്പോൾ ഇവരിൽ നിന്ന് നമ്മൾക്കും നമ്മുടെ കുടുംബത്തിലുള്ളവർക്കും നമ്മുടെ കൂട്ടുകാരെയും നമ്മൾക്ക് എങ്ങനെ രക്ഷിക്കാൻ പറ്റും? അതെ, അതിനുവേണ്ടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡിഫെൻസ് മെക്കാനിസം, സെൽഫ് ഡിഫെൻസ്. നമുക്ക് നമ്മളെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും? അതെ, നമ്മുടെ ഈ മെയ് മാസം നേഴ്സസ് മന്താണ്. അപ്പം ഞാൻ പല മൾട്ടി ടാലൻറ്റഡ് ആയിട്ടുള്ള നേഴ്സസിനെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നു. നേഴ്സിംഗ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ, അതിൽ നിന്നുകൊണ്ട് നേഴ്സായിട്ടും അതിനപ്പുറവും വളരെയധികം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് മിസ്സസ് ഷൈനി അലക്സാണ്ടർ. നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു, അതോടൊപ്പം തന്നെ സ്വയമായിട്ട് താല്പര്യത്തോടു കൂടി പഠിച്ച് കുടുംബമായിട്ട് സെൽഫ് ഡിഫെൻസ് മെക്കാനിസം, എങ്ങനെ സെൽഫ് പ്രൊട്ടക്റ്റ് ചെയ്യാം, എങ്ങനെ സെൽഫ് ഡിഫെൻസ് ചെയ്യാം എന്ന് കുട്ടികളെയും മുതിർന്നവരെയും പഠിപ്പിക്കുന്ന ഷൈനി അലക്സാണ്ടറുമായിട്ട് നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കും എന്നതിനെപ്പറ്റി വിശദമായിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. അതോടൊപ്പം അവരുടെ അക്കാഡമിയിൽ കൂടെയും നമുക്കൊന്ന് കടന്നുപോയി അവർ എന്തെല്ലാം ക്ലാസ്സസാണ്, എന്തെല്ലാം കോഴ്സസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ എന്നോടൊപ്പം വരും. ഹായ്, ഞാൻ ജയ. ഇന്ന് എന്നോട് കൂടി ഉള്ളത് ഷൈനിയാണ്. ഷൈനി ബ്ലാക്ക് ബെൽറ്റ് ഹോൾഡറാണ്. അപ്പം നമുക്ക് ഇന്ന് ഈ അക്കാഡമി എന്ന് പറയുന്ന മാർഷൽ ആർട്സ്, ഇൻറ്റഗ്രിറ്റീവ് മാർഷൽ ആർട്സ് അക്കാഡമിയുടെ അമേരിക്കയിലും മലയാളികൾ നടത്തുന്ന ഒരു മാർഷൽ ആർട്സ് സ്കൂളുണ്ട്. അപ്പം ഞങ്ങളുടെ ചർച്ചിൽ ഒത്തിരി കുട്ടികൾ അവിടെ പോകുന്നുണ്ട്. അപ്പോൾ അവരിൽ ഞാൻ പലരെയും ഇതിനു മുമ്പ് കണ്ടവരിൽ പലരും അവരൊത്തിരി ഇൻട്രോവേർട്ടഡ് ആയിരുന്നു. ഒത്തിരി ആൾക്കാരോട് അങ്ങനെ സംസാരിക്കുന്നതോ അങ്ങനെയുള്ള കുട്ടികളല്ലായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് അവർ പെട്ടെന്ന് ഒത്തിരി ഇമ്പ്രൂവ്മെൻറ്റ്, അവർ പല പ്രോഗ്രാമിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, പ്രൈസ് കിട്ടുന്നു, നല്ലൊരു സെൽഫ് കോൺഫിഡൻസ് അവരിൽ വളർന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു, ഇപ്പോൾ എനിക്കറിയാവുന്ന ഒരു ഫാമിലിയാണിത്, ജൂബി ആൻഡ് ഷൈനി, അവർ നടത്തുന്ന അക്കാഡമിയാണിത്. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ നിങ്ങളെ ഇതൊന്ന് പരിചയപ്പെടുത്തി തരാമെന്ന്. നിങ്ങൾ എന്നോടൊപ്പം വരൂ. ഇതാണ് ഇവരുടെ അക്കാഡമി. ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന ട്രോഫികളൊക്കെയാണ്. അപ്പൊ ട്രോഫികളൊക്കെ എങ്ങനെയാണ്, ഞാൻ ഇതിന്റെ തന്നെ ഇംഗ്ലീഷിൽ വീഡിയോ ചെയ്യുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് വിശദമായിട്ട് അതൊക്കെ കാണാം. പക്ഷെ ഇപ്പം ഷൈനിയോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. ഷൈനി, ഇത് തുടങ്ങാനുള്ള കാരണം എന്താണ്? ഞാനിത് തുടങ്ങിയത് എൻ്റെ ഇളയ മോള് 4 വയസ്സായപ്പോൾ മോള് സ്റ്റാർട്ട് ചെയ്തു. 2 ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ അവിടെ പുറകിൽ വെറുതെ ഇരിക്കുവാണ്. അപ്പം കൂടെ ജോയിൻ ചെയ്തു. അങ്ങനെ ചെയ്താണ്. അതായത് ഷൈനിയുടെ ഹസ്ബൻഡ് സ്റ്റുഡന്റ് ആയിരുന്നു, പിന്നെ ഇൻസ്ട്രക്ടറായി. 2 കുട്ടികളുണ്ടായിരുന്നു. അവര് ഓൾറെഡി തന്നെ ബ്ലാക്ക് ബെൽറ്റ് എടുത്തു. അപ്പം അങ്ങനെയായിരുന്നപ്പോ ഷൈനിയും തോന്നി എന്റെ വീട്ടിൽ എനിക്കൊന്ന് സർവൈവ് ചെയ്യണമെങ്കിൽ ഇതെടുക്കാതെ പറ്റത്തില്ല, മൊത്തം ബ്ലാക്ക് ബെൽറ്റ് ആണ്. അപ്പൊ അങ്ങനെ ഷൈനി ഇതിൽ ചേർന്നു. അപ്പൊ ഷൈനി ഇപ്പൊ ബ്ലാക്ക് ബെൽറ്റ് ആയി, ഇപ്പൊ ഇൻസ്ട്രക്ടർ ആണ്. അപ്പൊ ഷൈനിക്ക് ഇതുകൊണ്ടുള്ള എന്താണ് ഷൈനിക്ക് തോന്നി ഇതിന്റെ ഒരു പ്രയോജനമായിട്ട് തോന്നിയത്? ഷൈനി വളർന്ന സാഹചര്യവും ഇപ്പോഴത്തെ സാഹചര്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിൽ നിന്ന് എന്ത് നേടാൻ പറ്റി? ഞാൻ ഒത്തിരി ഇൻട്രോവേർട്ടഡ് ആയിരുന്നു. അങ്ങനെ പബ്ലിക്കായിട്ട് അധികം ആരുമായിട്ട് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവമല്ലായിരുന്നു എൻ്റേത്. കാരണം വീട്ടിൽ ഒതുങ്ങിക്കൂടുക, പിന്നെ പഴയ
പേരൻസ് ഉണ്ടല്ലോ, അവര് വീടിന് പുറത്ത് പോകാൻ സമ്മതിക്കത്തില്ല, ഒരു കാര്യത്തിനും അലൗ ചെയ്യത്തില്ല, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ. അപ്പം ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്കൊരു സ്പീച്ച് ചെയ്യണമായിരുന്നു. അപ്പം ഞാൻ അതിന് പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് പ്രിപ്പയർ ഒക്കെ ആയിട്ട് സ്റ്റേജിൽ പോയി. ഇൻട്രൊഡക്ഷനൊക്കെ നന്നായിട്ട് ചെയ്തു കഴിഞ്ഞ് പകുതി ആയപ്പോഴത്തേനും മറന്നുപോയി എന്താണ് പറയണ്ടത്. അവിടെ താങ്ക് യു പറഞ്ഞിട്ട് സ്റ്റേജിൽ നിന്ന് പുറത്തിറങ്ങി വന്നു. അത് പിന്നെ ഒരിക്കലും സ്റ്റേജിൽ കയറിയിട്ടില്ല. ലാസ്റ്റ് ഇയറിൽ എൻ്റെ ബ്ലാക്ക് ബെൽറ്റ് ടെസ്റ്റിന്റെ സമയത്ത് പബ്ലിക് സ്പീക്കിംഗ് അത് നമുക്ക് ഒരു റിക്വയർമെന്റ് ആണ്. അപ്പം അതിന് മുന്നിലൊക്കെ ഒത്തിരി നെർവസ് ആയിരുന്നു. അപ്പം ഈ മെമ്മറി എപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ആ മെമ്മറി വെച്ച് ഞാൻ പബ്ലിക് സ്പീക്കിങ്ങിന് ഒത്തിരി പ്രിപ്പയർ ആയി. പക്ഷെ എൻ്റെ സ്പീച്ച് അങ്ങ് നീണ്ടുപോയി. എനിക്ക് നിർത്താൻ പറ്റിയില്ല. പിന്നെ നമുക്ക് 5 മിനിറ്റേ സംസാരിക്കാൻ തരത്തുള്ളൂ. 10 മിനിറ്റായി, 15 മിനിറ്റായി, നിർത്തത്തില്ല. പണ്ട് 7ാം ക്ലാസ്സിൽ സംസാരിക്കാൻ പറ്റാതിരുന്ന വ്യക്തി ഒരു 5 സെക്കൻഡ് കൊണ്ട് തീർന്ന വ്യക്തി ഇപ്പൊ 5 മിനിറ്റ്സ് 15 മിനിറ്റ് നീണ്ടുപോയി. അത്രയ്ക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത്. ഓക്കെ. പിന്നെ മറ്റുള്ളവരുടെ മുന്നിൽ നമുക്ക് എന്തെങ്കിലും പ്രസന്റ് ചെയ്യണമെന്നില്ല, അതിന് ഒക്കെ ഒരു പേടിയുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ എല്ലാം ഒരു വിടുതൽ കിട്ടിയിട്ട് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ എന്തോ നമ്മളെ പിടിച്ചു നിർത്തുന്നു. അതിൽ നിന്ന് നമുക്ക് മുന്നോട്ട് പോകും. എപ്പോഴും നമ്മെ തന്നെ അവിടെ ഒതുങ്ങിക്കൂടാനായിട്ട് അതിൽ നിന്നെല്ലാം ഒരു എനിക്ക് അതിലൊക്കെ ഒത്തിരി വിജയം കിട്ടിയിട്ടുണ്ട് ഇതിന്റെ കരോട്ട തുടങ്ങിയതിൽ തന്നെ. അതായത് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒത്തിരി ഇമ്പ്രൂവ്മെന്റ് വന്ന് ആൾക്കാരോടൊക്കെ സംസാരിക്കാനായിട്ടും, അതുപോലെ തന്നെ ജോലിയിലാണെങ്കിലും അത് ഇമ്പ്രൂവ് ആയിട്ട് തോന്നി. കാരണം എനിക്ക് രാത്രിയിലൊക്കെ ആണെന്നൊരിൽ ബെയിലറിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. രാത്രിയിൽ ഓൺ കോൾ ആയിട്ടൊക്കെ പോകേണ്ടി വരും. അപ്പം ഞാൻ തന്നെ ആയിരിക്കും പോകുന്നത്. എനിക്കൊരു പേടിയില്ല, എന്നാലും പരിസരത്തെ കുറിച്ചൊരു ബോധമുണ്ട്. എന്ത് വന്നു കഴിഞ്ഞാലും അതിനെ നേരിടാൻ പറ്റുമെന്നുള്ളത് നമുക്കറിയത്തില്ല. പക്ഷെ അന്ന് എങ്ങനെ നേരിടുമെന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷെ ദൈവം ഉണ്ട്, അങ്ങ് നടക്കും. അത്രേ ഉള്ളൂ. പക്ഷെ ഒരു ആത്മധൈര്യം ഉണ്ട്. എവിടെ ആയിരുന്നാലും ഏത് സാഹചര്യത്തിലായിരുന്നാലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ആത്മധൈര്യം. ഇപ്പൊ ഒരു സെൽഫ് അവയർനെസ്സും ഒരു സെൽഫ് പ്രൊട്ടക്ഷൻ, എന്തെങ്കിലും വന്നാൽ എങ്ങനെ ചെയ്യണമെന്ന് പഠിച്ചു. അപ്പോൾ നമുക്ക് ഈ ഇതിനകം ഞാൻ വെറുതെ ഒന്ന് കാണിക്കുമാണ്. തൻ്റെ ഇതൊക്കെയാണ് ഇവരുടെ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ. ഇവരെ രണ്ടുപേരുടെ മേത്താണ് കൂടുതൽ പ്രാക്ടീസ് ഇടിക്കുന്നത്, പ്രാക്ടീസ് ചെയ്യുന്നത്. ഇത് ബാലൻസ് ബോർഡാണ്. നമ്മള് നിന്നിട്ട് ബാലൻസ് നമുക്ക് ഇതിന്റെ നടുക്ക് നിന്നിട്ട് നമ്മൾ ബാലൻസ് ചെയ്യണം. കൊള്ളാം. സോ ഇത് നിന്നിട്ട് നമ്മള് കിക്ക് ചെയ്യും. ചിലപ്പോഴൊക്കെ ആണെന്നൊരിൽ കോട്ട ചെയ്യേണ്ട വരും ഇങ്ങനെ. പക്ഷെ ഞാൻ യോഗ ചെയ്യുമായിരുന്നത് കൊണ്ട് എനിക്ക് ബാലൻസിന് അധികം ബുദ്ധിമുട്ടില്ല. ഞാൻ നിങ്ങളെ കാണിക്കാം ഇത് എത്ര പ്രയാസമുള്ള. ഇപ്പോഴത്തെ ഷൈനി എത്ര ഈസി ആയിട്ട് കാണിച്ചത്. ഞാൻ നിൽക്കുവാണെങ്കിൽ നോക്ക്, എനിക്ക് ഒരു കാലിതേ വെക്കാം, എൻ്റെ നടുവൊടിക്കില്ല. അതുകൊണ്ട് ഞാൻ അധികം പ്രാക്ടീസ് ചെയ്യുന്നില്ല. കണ്ടല്ലോ. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എത്ര പ്രാക്ടീസ് ചെയ്ത ഒരു കാര്യമാണെന്ന്. നമ്മൾക്ക് തോന്നുന്നു ഇതൊരു ബോർഡാണ്, ഇതൊക്കെ കയറി നിന്നാൽ മതിയല്ലോ എന്ന്. പക്ഷെ ഇതങ്ങനെയല്ല, ഇതിങ്ങനത്തെ ഒരു സാധനമാണ്. ഇത് ജമ്പ് ചെയ്യുന്ന അല്ലേ? ഇതൊക്കെ ജമ്പ് ചെയ്യാറുണ്ടോ? നമ്മുടെ നാട്ടിലൊക്കെ കയറ് ഇങ്ങനെ ചാടുന്ന അല്ലേ? നാട്ടിൽ കയറ് കെട്ടി പണ്ടൊക്കെ ചാടുമായിരുന്നു. ഇത് എനിക്ക് അത്ര പ്രാക്ടീസ് ഇല്ല. എന്നാലും ഓക്കെ. ഇതിനൊക്കെ ഇതൊന്നും എനിക്കറിയത്തില്ല. കയറും വേലിയൊന്നും ഞാൻ ചാടിയിട്ടില്ല. പ്രാക്ടീസ് ചെയ്യാതിരിക്കുന്ന നല്ലത്. നിങ്ങളുടെ കൊണ്ട് വില കളയണ്ട. പിന്നെ ഇതൊക്കെ പിന്നെ ഇത് റാങ്കിങ് ആണ്. ഇത് വൈറ്റ് ബെൽറ്റ്, പിന്നെ ചഞ്ചി, ടെങ്കൺ, ഓരോ ബെൽറ്റ് ലെവൽ ഓരോ കോട്ടയുടെ പേരാണ്. ഇത് നമ്മുടെ ഓരോന്നും കിട്ടാനായിട്ട് ഇത് ഓരോന്നും കിട്ടാൻ വേണ്ടി നമ്മൾ ഇതെല്ലാം ചെയ്തിരിക്കണം. ഇതും അതുമല്ല. ഇത് പിന്നെ
ഇതെല്ലാം ഒന്നിച്ച് നമുക്ക് ചെയ്യേണ്ടി വരും ഓരോ ബെൽറ്റ് ലെവൽ എത്തിക്കഴിയുമ്പോഴത്തേനും. ഓക്കെ ഓക്കെ. ഇതിങ്ങനെ ഇതെല്ലാം യെല്ലോ ബെൽറ്റിന്റെയാണ്. പിന്നെ അതിനുശേഷം ഓറഞ്ച് ബെൽറ്റ്. അങ്ങനെയാണ്. പിന്നെ ഇത് കിക്ക് ചെയ്യുന്ന സാധനമോ? അതെ. ഓക്കെ. സോ വി യൂസ് ഇറ്റ് ഫോർ പഞ്ച് ആൻഡ് കേക്ക്. ഓക്കെ. എനിക്ക് തോന്നുന്നു വേണമെങ്കിൽ ഒന്ന് പഞ്ച് ചെയ്ത് നോക്കാം. കിക്കിങ് എനിക്ക് എന്തായാലും കൊള്ളാം. അപ്പൊ ഇതെല്ലാം ഓരോ ലെവൽ അനുസരിച്ച് അതല്ല പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഇവിടെ. പിന്നെ അതുപോലെ തന്നെ ഇത് പുഷപ്പ് ചെയ്യുന്ന സാധനമാണ്. പിന്നെ അത് നമ്മുടെ മെഡലുകള്. നിങ്ങളുടെ ഇത് ഫാമിലിയിലെ മെഡലാ കേട്ടോ. ബാക്കി മെഡലെല്ലാം സ്റ്റുഡൻസ് എല്ലാം വീട്ടിൽ കൊണ്ടുപോയിരിക്കുവാണ്. അപ്പൊ ഇങ്ങനെ മെഡലുകള്, പിന്നെ ഇതെല്ലാം ആയുധങ്ങള്, കരോട്ടയുടെ. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ നാട്ടിലെ അരുവ പോലെ. പണ്ട് ഇവര് പറയുന്നത് പണ്ട് കാലത്തൊക്കെ ഈ ചൈനയില് ഒക്കെ ആൾക്കാർക്ക് ഇങ്ങനെ മാരകായുധങ്ങൾ ഉപയോഗിക്കാനുള്ള അനുവാദമില്ലായിരുന്നു. അപ്പോൾ അവരുടെ ഡെയിലി ലൈഫിൽ എന്തൊക്കെ കിട്ടുന്നോ അതുകൊണ്ട് അവർ സെൽഫ് പ്രൊട്ടക്ഷനായിട്ട് ഉപയോഗിക്കുമായിരുന്നു. ഇപ്പം നിങ്ങൾ നോക്കിയാൽ നാട്ടിലെ നമ്മുടെ ഒരു അരുവ പോലെ ഇങ്ങനെ നെല്ല് കൊയ്യുന്ന അരുവ പോലെ അതുപോലെ ഒരു സാധനമാണിത്. പിന്നെ വെള്ളം തോളിൽ കൊണ്ട് നടക്കുന്ന ഇങ്ങനെ 2 കുടത്തിൽ ഇങ്ങനെ വെള്ളം, പണ്ട് കാലത്ത് വെള്ളമൊക്കെ കൊണ്ടുപോകുന്ന ഇത് വെച്ചിട്ട് ഫൈറ്റ് ചെയ്യാൻ, വെള്ളം എടുക്കാനൊക്കെ പോകുമ്പോൾ ആരെങ്കിലും നമ്മൾ ഉപദ്രവിക്കാൻ വന്നാൽ ഇതുകൊണ്ട് ഫൈറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതും അതുപോലെ തന്നെ ഓരോ സാധനങ്ങള്, അതുപോലത്തെ സാധനങ്ങളൊക്കെ തന്നെ അല്ലേ. പിന്നെ എനിക്കറിയത്തില്ല നിങ്ങൾക്ക് തോന്നിയത് അല്ലെ, കളരിപ്പയറ്റ് ഇതിനകത്ത് കളരിപ്പയറ്റ് ഇതിനകത്ത് പെടുന്നതാണ് അല്ലേ. നമ്മുടെ നാട്ടിലൊക്കെ കളരിപ്പയറ്റ്, ഇവിടെ പിന്നെ ഇതും നമ്മുടെ പലതരം ബെൽറ്റുകളാണ്. അതായത് സ്റ്റാർട്ട് ചെയ്യുന്നത് വൈറ്റ് ബെൽറ്റിലാണ്. വൈറ്റ്, യെല്ലോ, ഓറഞ്ച്, ദെൻ ഗ്രീൻ. ഇന്റഗ്രിറ്റി സ്കൂളില് 13 വയസ്സാകാതെ ഞങ്ങള് ബ്ലാക്ക് ബെൽറ്റ് കൊടുക്കത്തില്ല. കാരണം അവർക്ക് അവരുടെ അറിവിനനുസരിച്ച് 13 വയസ്സായി കഴിയുമ്പോഴത്തേനെ ബെൽറ്റിന്റെ വില എന്താണെന്ന് അവർക്ക് ഇച്ചിരി മനസ്സിലാവത്തുള്ളൂ. പിന്നെ ബോഡി ഒരുവിധം മെച്യൂർ ആയി. അതുകൊണ്ട് പൂം ബെൽറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. അത് ബ്ലാക്കും വൈറ്റും കൂടെ കൂടിയത് 13 കഴിഞ്ഞു കഴിയുമ്പോഴത്തേനും അവർക്ക് റെഗുലർ ബ്ലാക്ക് ബെൽറ്റ് കിട്ടത്തുള്ളൂ. അങ്ങനെ ഇതെന്തുവാ, ഇതിനെന്തെങ്കിലും പ്രത്യേക ബെല്ലടിക്കുന്ന സമയം ചെറുതാണെങ്കിൽ നല്ല ഒച്ചയാ. ഓക്കെ. അതുപോലെ തന്നെ ഇവിടെയാണ് എല്ലാ പ്രാക്ടീസ് ഒക്കെ നടക്കുന്നത് അല്ലേ, നടത്തുന്നത് ഇവിടാണ്. പിന്നെ അതാണ് നമ്മൾ കാണുന്ന ഇവർക്ക് കുറേ സ്റ്റുഡൻസ് ഉണ്ട് ബ്ലാക്ക് ബെൽറ്റ് നേടിയത്. ആ ബ്ലാക്ക് ബെൽറ്റ് നേടിയവരുടെ പിക്ചറുകളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. അതാണ്. പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ ഏകദേശം എത്ര സ്റ്റുഡൻസ് ഇവിടെ കടന്നു പോയിട്ടുണ്ട്? മൊത്തം ഒരു എത്ര സ്റ്റുഡൻസ് ടോട്ടല്? 1200 സ്റ്റുഡൻസ് ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. ഇതെവിടെ ബ്ലൂ ബെൽറ്റ് ആയി കഴിയുമ്പോഴത്തേനും ഓരോ ഭാഗങ്ങളും ഹാർഡായിട്ട് വരും. അപ്പം പിള്ളേര് അവർക്കൊരു തോന്നലുണ്ടാവും ഇതെന്നെ കൊണ്ട് സാധിക്കത്തില്ല എന്ന്. അങ്ങനെ വരുമ്പോഴോ പിന്നെ അവര് ചിലപ്പം അത് മാത്രം നമുക്ക് പറയാൻ പറ്റത്തില്ല. അന്നേരം പിന്നെ ഇവര് സ്കൂളിലും അഡ്വാൻസ്ഡ് ആവുകയാണല്ലോ. അവർക്ക് ഒത്തിരി സ്ട്രെസ്, പഠിക്കുന്നതിന്റെ മറ്റു പല കാര്യത്തിനും ചിലപ്പോൾ അവർക്ക് മേക്ക് ഔട്ട് ചെയ്യാൻ പറ്റാഞ്ഞിട്ട്. കാരണം ഞാൻ സ്റ്റുഡൻസിനെ കാണുന്നതാണല്ലോ. അപ്പം എൻ്റെ അടുക്കൽ വരുന്ന പേഷ്യൻസ് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ്, സ്പോർട്സ് ആക്ടിവിറ്റി അവർക്കെല്ലാം ഇഷ്ടമാണ്. പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ സ്റ്റഡീസ് ഹാർഡായി കഴിയുമ്പം അവർക്ക് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ദേ ഫീൽ ബാഡ് അബൌട്ട് അത് കണ്ടിന്യൂ ചെയ്യാത്തതിൽ അവർക്ക് വിഷമമുണ്ട്. പക്ഷെ അവരുടെ ആ സാഹചര്യം അത് പറ്റാഞ്ഞിട്ടാണ്. പക്ഷെ അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ഇത് ഏത് സമയത്തും ഏത് വയസ്സിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ചെറുപ്പത്തിൽ ചെയ്തു, കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാനേ പറ്റിയില്ല. ഈ പ്രായത്തിൽ എനിക്കും 70 വയസ്സ് കഴിഞ്ഞവർക്കും ഇവിടെ 70 വയസ്സ് കഴിഞ്ഞവരെ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ഏത് പ്രായത്തിലും പ്രായം ഇതിനൊരു തടസ്സമല്ല. നമ്മുടെ ഫിസിക്കൽ മെൻ്റൽ എന്താണോ, നമ്മുടെ നമ്മുടെ സ്ട്രെങ്ത് എന്താണോ അതനുസരിച്ച് അതിന് ചേരുന്ന പ്രോഗ്രാംസ് ഇവിടെയുണ്ട്. അതുകൊണ്ട് പ്രായം ഒരു തടസ്സമേ അല്ല. 4 മുതൽ എബവ് ഏത് വയസ്സിലുള്ളവർക്കും 80+ ഇവിടെ വന്നവർക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. പക്ഷെ എനിക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? പ്രത്യേകിച്ചൊന്നും പറയാനില്ല. താങ്ക് യു ജയ ഫോർ
doing this interview. ഓക്കെ, താങ്ക് യു. എനിവേ, Thank you. നിങ്ങൾക്ക് വിശദമായിട്ട് വീഡിയോ കാണണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ഇംഗ്ലീഷ് വീഡിയോ ഇടുന്നുണ്ട്. അതിനകത്ത് മിസ്റ്റർ ജൂബി വളരെ വിശദമായിട്ട് ഇതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയും സെൽഫ് ഡിഫെൻസിനെ പറ്റിയും എന്തെല്ലാം കോഴ്സുകളാണ് ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നത് എന്നൊക്കെ. കാരണം ജൂബിയുടെ മലയാളം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇംഗ്ലീഷ് പോലെയാണ്. ജൂബി ഇവിടെ ജനിച്ചു, ഐ മീൻ 2 വയസ്സെന്ന് പറഞ്ഞാൽ ജനിച്ചു വളർന്നെന്ന് പറയാം. അങ്ങനെ ജനിച്ചു വളർന്നൊരു വ്യക്തിയാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു മലയാളത്തിലും പിന്നെ ഒരു ഇംഗ്ലീഷിലുമായിട്ട് വീഡിയോ ചെയ്തത്. നിങ്ങൾ കാണുക. നിങ്ങൾക്ക് പ്രയോജനമായെങ്കിൽ വീഡിയോ മാത്രമല്ല, നിങ്ങൾ ഇതിൽ ചേർന്ന് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ ഒരു സെൽഫ് ഡിഫെൻസിനും സെൽഫ് ഡിസിപ്ലിനും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെ ഒരു ഹോണസ്റ്റായിട്ടും നല്ല അവർക്കിടെ റെസ്പോൺസിബിളായിട്ടും നല്ലൊരു പൗരന്മാരായിട്ട് വളർത്താൻ ഇതുകൊണ്ട് സാധിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു. Thank you. ഓക്കെ. നമസ്കാരം, എൻ്റെ പേര് ജർമയ സുനിൽ. ഇത് എൻ്റെ 6ാമത്തെ വർഷമാണ് ഇൻറ്റഗ്രിറ്റി മാർഷൽ ആർട്സിൽ. ഞാനൊരു ഫസ്റ്റ് ഡിഗ്രി ബ്ലാക്ക് ബെൽറ്റ് ആണ്. ഈ ജേർണിയിൽ എനിക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ കിട്ടി. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഡിസിപ്ലിൻ, റെസ്പോൺസിബിലിറ്റി ആൻഡ് മെന്റൽ സ്ട്രെങ്ത് ആണ്. കമ്മിങ് ടു ഡിസിപ്ലിൻ, എനിക്ക് തോന്നിയിട്ടുണ്ട് കരാട്ടെ ഈസ് വെരി ബിഗ് അബൌട്ട് ഡിസിപ്ലിൻ. ഓരോ ബെൽറ്റും നേടുമ്പോഴും കുറേ എക്സ്പെക്ടേഷൻസ് ഉണ്ട്. And as you go higher up the belts, the challenges get harder. ഈ challenges meet ചെയ്യുവാൻ കുറേ കാര്യങ്ങൾ നമ്മൾ സ്റ്റുഡൻസ് നമ്മുടെ ഓൺ ടൈമിൽ ചെയ്യണം. ആ കാര്യങ്ങൾ ചെയ്യാതെ ഒരു മുന്നോട്ടുള്ള ആ ബെൽറ്റിൽ നിന്നുള്ള ആ ചാലഞ്ചസ് മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എൻ്റെ ഓൺ ലൈഫിൽ ഇതിനു വേണ്ടി ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്യാനുള്ള ആ ഡിസിപ്ലിൻ തന്നത് കരാട്ടെ തന്നെയാണ്. ത്രൂ ദാറ്റ് എനിക്ക് എൻ്റെ ഓൺ സ്കൂൾ ലൈഫിലും അക്കാഡമിക് ലൈഫിലും സ്പിരിച്വൽ ലൈഫിലും ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുവാനും കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. കൂടാതെ ഞാനൊരു ബ്ലാക്ക് ബെൽറ്റ് ജൂനിയർ ഇൻസ്ട്രക്ടറാണ്. ത്രൂ ദാറ്റ് എനിക്ക് റെസ്പോൺസിബിലിറ്റി വെരി മച്ച് ഈസിലി പഠിക്കാൻ പറ്റി. കുറേ സ്റ്റുഡൻസിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ട് എനിക്ക് മനസ്സിലായി വാട്ട് ഈസ് റെസ്പോൺസിബിലിറ്റി, വേറെ ആൾക്കാരുടെ എക്സ്പെക്ടേഷൻസ് എന്താണ്, വാട്ട് പാരൻസ് എക്സ്പെക്ട് ഓഫ് മീ, what my instructor expects of me, what my peers expect of me. ഇതെല്ലാം മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ ഓൺ ജീവിതത്തിൽ റെസ്പോൺസിബിലിറ്റി എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന്. ത്രൂ ദിസ് റെസ്പോൺസിബിലിറ്റി എനിക്ക് എൻ്റെ ഡേ ടു ഡേ ലൈഫിൽ കുറേ കാര്യങ്ങൾ നേടാൻ പറ്റും. സിമ്പിൾ ടാസ്ക്സ്, മേജർ ടാസ്ക്സ്, things around school, things around the house, many things that we neglect in life. Responsibility is a key. അതെന്നെ പഠിപ്പിച്ചത് കരാട്ടയാണ്. ആൻഡ് ലാസ്റ്റ്ലി മെന്റൽ സ്ട്രെങ്ത്. മെന്റൽ സ്ട്രെങ്ത് എനിക്ക് വേണ്ടി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് വിത്തൗട്ട് മെന്റൽ സ്ട്രെങ്ത് യു ആർ നോട്ട് എബിൾ ടു അച്ചീവ് എനിത്തിങ്. മെന്റൽ സ്ട്രെങ്ത് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ഇൻ കരാട്ടെ ബിക്കോസ് ഇൻ ഓർഡർ ടു മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ബെൽറ്റ് ഓർ അടുത്ത ജേർണിക്ക് വേണ്ടിയുള്ള ആ കാല് മുന്നോട്ടിട്ട് സ്റ്റെപ്പ് എടുക്കുവാനും കരാട്ടെ നമ്മളെ പഠിപ്പിക്കും. അതിന് മെന്റൽ സ്ട്രെങ്ത് വേണം. ആരോടും കണ്ണു നോക്കി സംസാരിക്കുവാനും എന്ത് നേടാനുള്ള ആ ഒരു മോട്ടിവേഷനും കരാട്ടെ തരുന്നുണ്ട്. ഏത് ബെൽറ്റിനു വേണ്ടിയും വർക്ക് ചെയ്യുവാനുള്ള ആ മെന്റൽ സ്ട്രെങ്ത് കരാട്ടെ നമ്മളിൽ ബിൽഡ് ചെയ്യുന്നു. ഈ മെന്റൽ സ്ട്രെങ്ത് നമുക്ക് ഉപയോഗിച്ച് നമ്മുടെ ഓൺ ജീവിതത്തിൽ എന്തും നേടാൻ പറ്റും. ഏത് ജോബും കിട്ടണമെങ്കിലും, ഏത് ലെവൽസിലും പഠിക്കുവാനും, ഏത് ജോലിയിലും ലെവൽസ് എക്സീഡ് ചെയ്യുവാനും ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കരാട്ടെ നമുക്ക് വേണ്ടി തരുന്നത്. അതിന് ഐ എം ഫോർ എവർ ഗ്രേറ്റ്ഫുൾ ടു ഗാഡ്. ഇത്രയും പറയാനുള്ള ഒരു സമയം തന്നതിന് നന്ദി, നമസ്കാരം. See, Shiny is going to do a self-defense performance. Yes. So someone is, while I'm walking and someone is coming to choke me, I'm going to protect myself, bringing my attacker's hand down and scoot a little bit down and bring my attacker on my lap and put her down. So another thing I can do, put my knee over here and I still have her hand over here and she's going to be get hurt and she's going to tap. Okay. Yes. So Yeah, it's very good. So if somebody grabs your hand or grabs your clothes or hand, whatever, first thing you do,
So there's two types of self-defense. One is to get away. One is to gain control of the person. This, I'm gaining control of her. She grabs me, I grab her, so she can't get away. I grab anything. If I can grab a uniform, a gi, a shirt, whatever, I'm grabbing. I step behind. I lift my leg, sweep, ഓ മൈ ഗോഡ്. and then punch to the face. ഓക്കെ. Okay? I still have control of her hand. So if she still is fighting me, I can do a wrist lock and torque her wrist where it hurts, and she's going to tap when it hurts really bad. Okay? അതെ, നിങ്ങൾ ഇത്രയും നേരം കേട്ടത് ഷൈനിയിൽ നിന്ന് മാർഷ്യൽ ആർട്സിനെ പറ്റിയാണ്. അതായത് മാർഷ്യൽ ആർട്സ് വഴി നമുക്ക് ഫിസിക്കൽ, മെൻ്റൽ, ഇമോഷണൽ ഫിറ്റ്നസ്സിനും ഇത് സഹായിക്കും. ഈ മെയ് മാസം മാനസിക ആരോഗ്യത്തിൻ്റെ മാസമല്ലേ. അപ്പം നമ്മുടെ മാനസിക ആരോഗ്യത്തെ കാത്തുരക്ഷിക്കാനായിട്ടുള്ള ഒരു ഉപാധിയായിട്ട് നമുക്കിതിനെ കരുതാം. പിന്നെ പീഡനം എന്ന് പറയുന്നത് അതിന് പ്രായവ്യത്യാസമില്ല, സെക്സ് വ്യത്യാസമില്ല, ആർക്കും എപ്പോഴും എവിടെയും വെച്ചും അനുഭവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. ആരും അതിൻ്റെ ഇരയാകാം. പക്ഷേ നമ്മൾ ഓർക്കണം, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടവർ നമ്മുടെ മാതാപിതാക്കളോ നമ്മുടെ ടീച്ചേഴ്സോ നമ്മുടെ ഫാമിലി മെമ്പേഴ്സോ ഒരു പക്ഷേ നമ്മുടെ ഒപ്പം എപ്പോഴും കാണത്തില്ല. അപ്പം അതുപോലെ നമ്മൾക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനും പലപ്പോഴും നമ്മൾക്കെല്ലാവർക്കും ഒറ്റയ്ക്ക് നേരിടേണ്ട അവസരങ്ങൾ വരും. ഇങ്ങനെയുള്ള അവസരത്തിൽ നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പഠിച്ചിരിക്കണം. അതാണ് നമ്മളെല്ലാവരും ഒരു സെൽഫ് ഡിഫെൻസ് എങ്ങനെ ചെയ്യാൻ പറ്റും, സ്വയരക്ഷ എങ്ങനെ നടത്താൻ പറ്റും, ഇത് നമ്മളെല്ലാവരും പഠിച്ചിരിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം പീഡിപ്പിക്കാൻ വരുന്നവർ അത് എവിടെ നിന്ന് എപ്പോൾ എങ്ങനെ വരും, ആരാണ്, ഇത് നമുക്കൊരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതെ, നമ്മുടെ ഇടയിൽ തന്നെയുള്ളവരായിരിക്കും, നമ്മുടെ കുടുംബത്തിലുള്ളവരായിരിക്കാം, നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളിലുള്ളവരായിരിക്കാം. എവിടെ നിന്നും എപ്പോഴും ആർക്കും പീഡനം അനുഭവിക്കാനുള്ള അവസരം വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഓരോരുത്തരും എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ധൈര്യമായിട്ട് അവരുടെ മുഖത്ത് നോക്കി നോ എന്ന് പറയാനും, നമ്മളെ പീഡിപ്പിക്കാൻ വരുന്നവരുടെ മർമ്മം നോക്കി നല്ലത് തിരിച്ചു കൊടുക്കാനും, നമ്മളും നമ്മുടെ കുട്ടികളെയും നമ്മുടെ കുടുംബത്തിലുള്ളവരെയും അതിനായിട്ട് ഒരുക്കുകയാണ് ചെയ്യേണ്ടത്. പീഡനത്തെപ്പറ്റി പറയുമ്പോൾ ഈ പീഡനം എന്ന് പറയുന്നത് ഉള്ളി ഇന്ത്യയിൽ മാത്രം നടക്കുന്നതല്ല. ഇത് ലോകത്തിൻ്റെ എല്ലായിടത്തും, അമേരിക്കയിലും എവിടെയാണെങ്കിലും പല ഭാഗങ്ങളിലും പല ആൾക്കാരും പീഡിപ്പിക്കപ്പെടുന്നവരുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഓരോരുത്തരെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ എങ്ങനെ സാധിക്കും എന്നതാണ് ഇപ്പോൾ നമുക്ക് ചിന്തിക്കേണ്ടതും. അതിനായിട്ടുള്ളൊരു വഴിയായിട്ട് സെൽഫ് ഡിഫെൻസ്, അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും സ്വയമായിട്ട് പരിശീലിക്കുക, നമുക്ക് വേണ്ടപ്പെട്ടവരെയും അതിനായിട്ട് ഒരുക്കുക. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. അതെ, നേഴ്സസ് അവരുടെ ജോലിയിൽ നിന്ന് തന്നെ മൾട്ടി ടാസ്ക് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം അങ്ങനെയുള്ള ഷൈനി ഈ ഡിഫെൻസ് മെക്കാനിസം പഠിച്ച്, സെൽഫ് ഡിഫെൻസ് പഠിച്ച് സ്വയമായിട്ടും മറ്റുള്ളവരെയും എങ്ങനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നതിനെ പറ്റിയാണ് നിങ്ങൾ കേട്ടത്. ഇതേപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കുക. എൻ്റെ ചാനൽ കാണുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഒത്തിരി നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനിയും കീപ്പ് ഓൺ വാച്ചിങ്. നിങ്ങളുടെ ആവശ്യപ്രകാരം ഇനിയും നല്ല നല്ല ടോപ്പിക്കുകളായിട്ടും ഞാൻ വരുന്നതായിരിക്കും. അതെ, മാനസിക ആരോഗ്യം ശാരീരിക ആരോഗ്യം പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഈ മെയ് മാസത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല മാനസിക ആരോഗ്യത്തോടെ ജീവിക്കാൻ ഇടയാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.